കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ 5-8 ക്ലാസുകളിൽ എല്ലാവരെയും പാസ്സാക്കുന്ന നയം നിർത്തലാക്കി. വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന നയമാണ് കേന്ദ്രം നിർത്തലാക്കിയത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടിയെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. 2019 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ സ്കൂളുകൾ, സൈനിക് സ്കൂളുകൾ എന്നിവയുൾപ്പെടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന 3000-ൽ-അധികം സ്കൂളുകൾക്കാകും പുതിയ നിയമം ബാധകമാക്കുക. 5ലും 8ലും പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. ഇവർക്ക് സേ പരീക്ഷ മാതൃകയിൽ 2 മാസത്തിനുള്ളിൽ അവസരം നൽകും. ഇതിലും പരാജയപ്പെട്ടാൽ അവർ തോറ്റതായി കണക്കാക്കി വീണ്ടും അതേ ക്ലാസ്സിൽ ഇരുത്തും. എങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഒരു വിദ്യാർത്ഥിയെയും പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ഇതിനകം കേരളമൊഴികെ 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും മാർക്ക് പരിഗണിക്കാതെയുള്ള സ്ഥാനക്കയറ്റം നിർത്തലാക്കിയിട്ടുണ്ട്.